നാം എപ്പോഴും ആലോചിക്കും, എല്ലാ വിഷമങ്ങളും കഴിഞ്ഞ് എന്ന് ഒരു ജീവിതം എനിക്ക് വരും എന്ന്. പ്രവാചകന്റെ ജീവിതം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് ജീവിതം എന്നത് സുഖദുഃഖങ്ങളുടെ സമ്മിശ്രണമാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ഘട്ടമായിരുന്നു ബദർ യുദ്ധത്തിലെ വിജയം. ശത്രുക്കൾക്കെതിരിൽ നേടിയ ഐതിഹാസികമായ ആ വിജയത്തിന്റെ വാർത്തയുമായി പ്രവാചകന്റെ സംഘം മദീനയിലെത്തുമ്പോൾ അവർക്ക് കേൾക്കാൻ കഴിയുന്നത് വിഷമകരമായ ഒരു വാർത്തയാണ്. മദീനയിലുള്ള ആളുകൾ പ്രവാചകന്റെ പുത്രി റുഖയ്യയുടെ ജനാസ നമസ്കരിച്ച് മയ്യത്ത് ഖബറടക്കം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സാഹചര്യത്തിലേക്കാണ് പ്രവാചകനും അനുയായികളും എത്തിച്ചേരുന്നത്. മക്കയിലേക്കുള്ള തിരിച്ചുവരവ് പ്രവാചകന്റെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടമാണ്. മക്ക വിജയത്തിന്റെ ഘട്ടത്തിൽ തന്റെ പ്രിയപത്നി ഖദീജ തന്റെ കൂടെ ഉണ്ടായില്ലല്ലോ എന്ന വിഷമത്തിലായിപ്പോയി പ്രവാചകൻ. മാത്രമല്ല, സ്വന്തം ജീവിതഘട്ടത്തിൽ 6 മക്കൾ മരിച്ചുപോയ ഒരാളാണ് പ്രവാചകൻ എന്നതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം ദുഃഖകരമായ അവസ്ഥകളിലൂടെയാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എല്ലാ വിഷമതകളെയും പരീക്ഷണങ്ങളെയും അള്ളാഹുവിനെ ഓർത്ത് അവന്റെ പരീക്ഷണമായി മനസ്സിലാക്കി സഹിച്ചും ക്ഷമിച്ചും സ്വർഗത്തിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം.